ജെയ്സൺ അത്ര വെടിപ്പല്ല കാര്യങ്ങൾ എന്നുള്ളത് നാട്ടുകാർക്കും അറിയാം. അവരുടെ പ്രതികരണങ്ങൾ എടുക്കുക, നമുക്കത് വരും മണിക്കൂറുകളിലും വിശദമായി തന്നെ നിൽക്കാം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട തട്ടിപ്പാണ്. പ്രധാനപ്പെട്ട തട്ടിപ്പ് എന്ന് പറയാനുള്ള കാരണം 30 വർഷം മുൻപ് ജോലിക്ക് കയറിയ ഒരു സാധാരണ ജോലിക്കാരൻ പടിയായി ഇങ്ങനെ കയറി പോയത് എങ്ങോട്ടാണ്? തട്ടിപ്പിന്റെ പടികളിലൂടെയാണ് കയറിയത് എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ ജെയ്സൺ ചാമവളപ്പിലും TV പ്രസാദും നൽകിക്കൊണ്ടിരിക്കുന്നത്. 30 വർഷം മുൻപ് വെള്ളാപ്പള്ളി നടേശൻ മാനേജറായ കഴിമ്പ്രം SNDP സ്കൂളിൽ ജോലിയിൽ പ്രവേശിച്ച VC പ്രവീൺ 2009 തുടങ്ങിയ തട്ടിപ്പാണ്. വിദേശത്ത് പോകാനെന്ന പേരിൽ അവധിയിൽ പ്രവേശിച്ച് 3 സ്കൂളുകൾ വിലയ്ക്ക് വാങ്ങി അവയിലേക്ക് അധ്യാപകരിൽ നിന്ന് പണം വാങ്ങി തട്ടിപ്പ് തുടങ്ങി 114 പേരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിച്ചിട്ടും ഇതുവരെ പിടികൂടാൻ കഴിയാതിരുന്ന VC പ്രവീണിനെ കുടുക്കിയത് റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണമാണ്. TV പ്രസാദും സംഘവും നടത്തിയ അന്വേഷണം ഇപ്പോൾ VC പ്രവീണിന്റെ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് VC പ്രവീണിനെ കോടതിയിൽ ഹാജരാക്കും. TV പ്രസാദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. TV പ്രസാദ്, നമ്മുടെ അന്വേഷണ വഴിയിൽ കണ്ടുമുട്ടിയ മുഖങ്ങൾ അല്ലാത്തവരൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരികയും സധൈര്യം കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. ലക്ഷങ്ങൾ ഇപ്പോഴും കിട്ടാതെ നിൽക്കുന്ന ആളുകൾക്ക് ഈ തുക തിരികെ കിട്ടുന്നതിനുള്ള നടപടിയിലേക്ക് കൂടി കടക്കാൻ ഇപ്പോൾ VC പ്രവീണിനെ പിടികൂടിയ പോലീസ് സംവിധാനം തയ്യാറാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പലരും ലോൺ എടുത്തും പല സാധനങ്ങൾ വിറ്റുമൊക്കെ സ്വരുക്കൂട്ടിയ പണമാണ് കൊണ്ടുപോയി VC പ്രവീണിന്റെ കയ്യിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. അവരെയൊക്കെയാണ് ഇത്രയും കാലം ഭീഷണിപ്പെടുത്തിയ അയാൾ മാറ്റി നിർത്തിയിരുന്നതും. ഇനി എന്താണ് ഈ കേസിൽ സംഭവിക്കാൻ സാധ്യത? TV പ്രസാദ്, വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം നമ്മൾ ഇവിടെ നിന്നും തേടുന്നുണ്ട്, പക്ഷേ ഇതുവരെ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്ത് TV പ്രസാദ്? സുജിയ, അതിൻ്റെ ഒന്നിച്ച് ഒരു കാര്യം കൂടി നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതായത് ഈ VC പ്രവീണിൻ്റെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ നമ്മളെ സഹായിച്ചത് അവരുടെ കുടുംബക്കാരുടെ മുന്നിലും സുഹൃത്തുക്കളുടെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലുമെല്ലാം പരിഹാസ കഥാപാത്രമായേക്കും എന്നറിഞ്ഞിട്ട് കൂടി സിജി ടീച്ചറും അമ്പിളി ടീച്ചറും വൈശാഖം മാഷും തുടങ്ങിയവരാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാൻ തയ്യാറായത്. സാധാരണ കേരളത്തിന് പരിചിതമല്ല ഈ രീതി. എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകരാകാൻ പണം കൊടുത്ത് നഷ്ടപ്പെട്ടാൽ മിണ്ടാതെ വീട്ടിലിരിക്കുന്ന പതിവ് രീതിക്കാണ് മാറ്റം വന്നത്. അതുകൊണ്ടാണ് ഇതൊരു വലിയ വാർത്താ പരമ്പരയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ രംഗത്തേക്ക് വന്ന ആ അധ്യാപകരെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുമുണ്ട്. സുജയ, ഇനിയിപ്പോൾ ഈ കേസിൽ പ്രധാനമായുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് എടുക്കേണ്ട നടപടികളാണ്. വിദ്യാഭ്യാസ വകുപ്പിന് നിലവിൽ തന്നെ ഈ മാനേജർക്കെതിരെ കർശന നടപടിയെടുത്ത് സ്കൂളുകൾ തിരിച്ചു പിടിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ കഴിയും. പക്ഷേ അത് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുന്നില്ല. ഇത്ര കാലമുള്ള ഒരു രീതി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് നടപടിയെടുത്താലും ഉടൻ ഹൈക്കോടതിയിൽ പോവുകയും സ്റ്റേ വാങ്ങിക്കുകയും ഹിയറിങ്ങിന് വെക്കുകയും ആ ഹിയറിങ്ങിന് പങ്കെടുക്കാതെ മുങ്ങി നടക്കുകയും ഒടുവിൽ VC പ്രവീൺ അനുകൂലമായി കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. സുജയ, സർക്കാരിൻ്റെ നീക്കം ആത്മാർത്ഥമാണെങ്കിൽ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രി V ശിവൻകുട്ടി നമ്മളോട് അന്ന് പറഞ്ഞത് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഇപ്പോൾ നടപടിയെടുക്കാം. ഒരു തടസ്സവുമില്ല. 221 കുട്ടികളെ അനധികൃതമായി ചേർത്തതിലുൾപ്പെടെ നിരവധി തട്ടിപ്പുകൾ നടത്തിയതിൻ്റെ തെളിവുകൾ വിദ്യാഭ്യാസ വകുപ്പിന് മുന്നിലുണ്ട്. ഇനിയിപ്പോൾ ജയിലിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയുമില്ലാതാകും. ഇതാണ് യഥാർത്ഥ സമയം. പിടിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. സുജയ, ഇന്നുകൂടി ഒരു കാര്യം നമുക്ക് പറയാനുണ്ട്. ഇന്ന് VC പ്രവീൺ കസ്റ്റഡിയിലായതിന് ശേഷം ഇതേ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ചപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ എന്നോട് കളവ് പറഞ്ഞു. അങ്ങനെ ഒരാളെ പിടിച്ചിട്ടില്ല, അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും VC പ്രവീൺ അവിടെ കസ്റ്റഡിയിലിരിക്കുകയാണ്. ചുരുക്കത്തിൽ സുജയ, 32 കോടിയിലേറെ രൂപ ഇത്രയും അധ്യാപകരിൽ നിന്ന് വാങ്ങി അതെങ്ങോട്ടേക്ക് പോയി എന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണിത്. ഉദ്യോഗസ്ഥർ AEO ഓഫീസിൽ നിന്ന് തുടങ്ങി മുകളിലേക്കുള്ള ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പ്രവീണ് പറയുന്നത് മാത്രം കേൾക്കുന്നു. സുജയ, ഇത് പറയുമ്പോഴും ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് പറയണം. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും മെച്ചപ്പെട്ട സ്കൂളുകളായി കൂരിക്കുഴിയും മച്ചാടും പള്ളിക്കലും മാറേണ്ടതുണ്ട്. അവിടെ പ്രവീണിനെയാണ് മാറ്റേണ്ടത്. പ്രവീണിൻ്റെ തോന്നിയവാസമാണ് നമ്മൾ തുറന്നു കാട്ടിയത്. കൂരിക്കുഴി സ്കൂളും മച്ചാട് സ്കൂളും അതുപോലെ പള്ളിക്കൽ സ്കൂളും, അവിടെ കൂടുതൽ കുട്ടികൾ വരണം, നല്ല രീതിയിൽ സ്കൂൾ ഉണ്ടാവണം. പക്ഷേ അവിടെ VC പ്രവീൺ ഉണ്ടാവരുത്. അത് നമ്മുടെ ഒരു നിലപാടാണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒന്നും സംഭവിക്കരുത്. കാരണം തീരദേശ മേഖലയിൽ
മേഖലയിലെ പാവങ്ങളായ കുട്ടികൾ പഠിച്ചു വളരുന്ന സ്കൂളാണ് കൂരിക്കുഴി അടക്കമുള്ള സ്കൂളുകൾ. ആ സ്കൂളുകൾ നന്നായി നിലനിൽക്കണം. ഒപ്പം VC പ്രവീണുമാരെ തെരഞ്ഞു പിടിച്ച് നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതുമുണ്ട്. ഇതിൽ നടപടി ഉണ്ടാകും എന്ന ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഓക്കെ, TV പ്രസാദും സംഘവുമാണ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതും VC പ്രവീണിന്റെ അറസ്റ്റ് വരെ കാര്യങ്ങൾ എത്തിച്ചതും. ജെയ്സൺ ചാമോളപ്പിൽ തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ സമഗ്രമായി നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഒപ്പം TV പ്രസാദ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ലീഡ് ചെയ്തുകൊണ്ട് ഈ അന്വേഷണ വഴിയിൽ സധൈര്യം മുന്നോട്ട് പോവുകയാണ്. മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണമാണ് അടുത്തതായി അറിയേണ്ടത്. അതും ഈ മണിക്കൂറിൽ നമ്മൾ തേടുന്നുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി, അങ്ങയുടെ ഇടപെടലുകളിൽ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് മലീമസമായി കിടക്കുന്ന ചില ഏടുകൾ അത് നമുക്ക് ചീന്തി എറിയേണ്ടതുണ്ട്. അത് നമ്മുടെ കുട്ടികളുടെ, അധ്യാപകരുടെ, നാടിന്റെ ഭാവിക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള തട്ടിപ്പുകാർക്ക് നേരെ കണ്ണടയ്ക്കുകയല്ല, കണ്ണു തുറന്ന് അവരെ ആളുകളുടെ കൺവെട്ടത്തേക്ക് കൊണ്ടുവരിക എന്ന മാധ്യമ ധർമ്മമാണ് റിപ്പോർട്ടർ ആസ് ആൻ ആക്ടിവിസ്റ്റ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണ വഴിയിലൂടെയുള്ള ഞങ്ങളുടെ സഞ്ചാരം തുടരുകയും ചെയ്യും. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.